ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ രോഹിത്തിൻ്റെയും സോനയുടെയും മാരേജ് ഫിക്സ് ചെയ്തു എന്ന് ന്യൂസ് പേപ്പറിലൊക്കെ വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതറിഞ്ഞ നരേൻ വീണയെ നന്നായി വഴക്ക് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ആൾ പറയുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് സ്ത്രീകളിൽ നിന്ന് സോനയുടെയും രോഹിത്തിൻ്റെയും കല്യാണക്കാരെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അയാൾക്ക് നന്നായിട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ അയാൾ ശരിക്കും സോനയുടെ ഒരു വലിയൊരു ഫാനാവും. അപ്പോൾ ഈ ആരാധന മൂത്തിട്ട് ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയില്ല. അപ്പോൾ അതാണ് അയാൾക്കുള്ളത്. അപ്പോൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നരേൻ രോഹിത്തിനോട് നീയും സോനാക്ഷിയും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത്ത്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സോനയെ തന്നെ വിവാഹം കഴിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നരേൻ, ഞാൻ നിൻ്റെ അച്ഛനാണ്, എന്നോട് കുറച്ച് ബഹുമാനത്തിൽ നീ സംസാരിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് രോഹിത്ത്, എന്ത് ബഹുമാനോ അതോ നിങ്ങളോടോ എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് എന്തോ ഒരു വൈരാഗ്യം രോഹിത്തിനുള്ളതായിട്ട് അവൻ്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം രോഹിത്ത് സോനയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോയി നേത്രയോട് ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നേത്ര അവിടെയുള്ള ആളുകളോടെല്ലാം രോഹിത്തിൻ്റെയും സോനയുടെയും വിവാഹം ഉറപ്പിച്ച കാര്യമെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച സോനയുടെ ആ വലിയ ആരാധകനില്ല, അപ്പോൾ ആളും അവിടെ വർക്ക് ചെയ്യുന്നതാവും. അപ്പോൾ ആളും ഇത് കേട്ടിട്ട് നന്നായിട്ട് ദേഷ്യം വരികയാണ്. എന്നിട്ട് രോഹിത്തും സോനയും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് രോഹിത്തിൻ്റെ തലയിലേക്ക് അവിടെയുള്ള ഒരു ലൈറ്റ് വീഴ്ത്തിയിടാൻ വേണ്ടിയിട്ട് ആൾ നോക്കുന്നുണ്ട്. പക്ഷെ രോഹിത്ത് അത് പെട്ടെന്ന് കണ്ടിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ ആൾ പെട്ടെന്ന് അവർ കാണാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം രണ്ട് വീട്ടിലും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിൻ്റെ മുത്തശ്ശി ആളുടെ മകനായിട്ടുള്ള നരേനോട് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി നോക്കുമ്പോൾ നരേൻ, എനിക്ക് ഈ കല്യാണം നടക്കുന്നത് ഇഷ്ടമല്ല, നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ സോനയും രോഹിത്തും തമ്മിലുള്ള റൊമാൻറ്റിക് സീനാണ് കാണിക്കുന്നത്. വിവാഹത്തിന് എന്ത് ഗിഫ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് സോന രോഹിത്തിനോട് ചോദിക്കുമ്പോൾ എനിക്ക് മാധുരി ദീക്ഷിത്തിനെ നേരിട്ട് കാണണം എന്ന് അവൻ പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് സോന, എനിക്ക് അത്ര വലിയ ആക്ട്രസിനെ ഒന്നും വീടേക്ക് കൊണ്ടുവരാനുള്ള ഇതൊന്നുമില്ല, ഞാൻ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ കാതിൽ കിടക്കുന്ന കമ്മൽ അവിടെ വീണ് പോകുന്നുണ്ട്. അപ്പോൾ അത് കാണാതെ അവൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അത് കിട്ടുന്നത് മഹേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ആൾക്കാണ്. അപ്പോൾ ആൾ ആ കമ്മൽ കൊണ്ടുപോയിട്ട് സോനയുടെ രൂപമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ രൂപത്തോട് തനിയെ നിന്ന് സംസാരിക്കുകയാണ്. നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്, നീ ഇപ്പോൾ ആ വലിയ ഡോക്ടറെ കല്യാണം കഴിക്കാൻ പോവുകയല്ലേ, എന്തായാലും ആ കല്യാണം ഞാൻ നടക്കാൻ സമ്മതിക്കില്ല, നിന്നെ വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ആൾ ആ രൂപത്തോട് പറയുന്നുണ്ട്. പിന്നെ റൈമ സോനയോടൊപ്പം പർച്ചേസിങ്ങിനും അവളുടെ ഒപ്പം ഷൂട്ടിംഗ് സെറ്റിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സോന രോഹിത്തിനെ വീഡിയോ കോൾ വിളിച്ചിട്ട് അവൾ മേടിച്ച റിങ് കാണിച്ചു കൊടുത്തിട്ട് ഇത് റൈമയാണ് സെലക്ട് ചെയ്തത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് രോഹിത്ത്, ഇതെന്തിനാ നീ റൈമയെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിച്ച്, നീ എന്ത് സെലക്ട് ചെയ്താലും അത് ഞാൻ ഇടില്ലേ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വാതിലിന് മറവിലിരുന്നിട്ട് റൈമ കേട്ടിട്ട് അവൾക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. പിന്നെ മഹേഷ് ടൈലറാണെന്നുള്ള പേരിൽ രൂപം മാറി സോനയുടെ അടുത്ത് വന്നിട്ട് അളവൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ശരിക്കുള്ള ടൈലർ വന്ന് അവളോട് സംസാരിക്കുമ്പോഴാവും നേരത്തെ വന്നത് ഒരു രൂപം മാറിയിട്ടുള്ള ഒരാളാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവൾ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അതിനുശേഷം മഹേഷ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ട് ആ പേരിലെ സിപി മാൻഷനിൽ കയറി കൂടുന്നുണ്ട്. അങ്ങനെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻസൊക്കെ നടക്കുന്ന സമയത്ത് രോഹിത്തിന് സോന ഒരു സർപ്രൈസ് എൻട്രി കൊടുക്കുന്നുണ്ട്. മാധുരി ദീക്ഷിത്തിൻ്റെ വേഷത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ട് അവൾ ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് രോഹിത്തിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവൻ ഒരുപാട് ഇഷ്ടമായി ഈ പെർഫോമൻസ് എന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. പിന്നെ സോന ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ അങ്ങോട്ട് മഹേഷ് വരികയാണ്. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയതുകൊണ്ട് തന്നെ വന്നത് രോഹിത്താണെന്ന് അവൾ തെറ്റിദ്ധരിച്ചിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് മഹേഷ് അവളെ കയറി പിടിക്കുകയാണ്. അപ്പോൾ നിങ്ങളാരാ, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും മഹേഷ് അവളെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ പുറത്തുകൂടെ പോകുന്ന നിമ്മി ഈ ശബ്ദം കേട്ടിട്ട് ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം കാണാണ്. എന്നിട്ട് അവിടെയുള്ള വാതിലിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചിട്ട് ആ വാതിൽ തുറക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളിലേക്ക് ചെന്ന് മഹേഷിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ മുഖം മറച്ചതുകൊണ്ട് തന്നെ അതാരാണെന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങോട്ട് രോഹിത്ത് വന്നിട്ടും അവനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ സോന കരഞ്ഞിട്ട് വിറയ്ക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവൾ അവനോട് പറയുന്നുണ്ട്. ഇന്ന് ടൈലറായിട്ട് ഒരാൾ വേഷം മാറി വന്ന കാര്യവും എല്ലാം അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് രോഹിത്ത്, നീ ഒരിക്കലും പേടിക്കരുത്, നിൻ്റെ കൂടെ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം അവർ തമ്മിൽ റിങ്ങൊക്കെ കൈമാറുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ വന്നിട്ട് ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം എല്ലാവരോടും ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ എത്രത്തോളം നന്നായി എന്നറിയില്ല, പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.